കുറച്ച് കൂടുതൽ ചോറും കറിയും ഒക്കെ വെക്കേണ്ട ദിവസമായിരുന്നു. കാരണം പള്ളിയിലത്തേക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പം ഇപ്രാവശ്യം കുറച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ടുള്ള ഒരു ചോറുകൊടുപ്പായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള തേങ്ങ തിരികെ മാറ്റി വെച്ച് കേട്ടോ. അതാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ പയർ തോരത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴുകി കുക്കറിലോട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മുക്കാൽ വേവായതിന് ശേഷം പിന്നെ അരപ്പും കൂടെയൊക്കെ ചേർത്തിട്ട് ബാക്കി വേവും കൂടെയൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെയൊക്കെ അരച്ച് അതും കൂടി ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം മീനൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചേ. കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിവിടെ ചൂര മീനാണ് കേട്ടോ കൂടുതലും ചോറ് കൊടുക്കാനുള്ളപ്പോൾ വാങ്ങിക്കാറ്. അതാവുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഒരുപാട് കിട്ടും ചെയ്യും. വയറിൻ്റെ ആ ഭാഗമൊന്നും പോവുകയില്ല. അപ്പം അങ്ങനെ ചൂര മീനും പൊരിക്കാൻ വേണ്ടിയിട്ട് കൊഴിയാളയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയും തോരനും ഒക്കെ റെഡിയാവുന്ന സമയത്ത് തന്നെ കുക്കറിൽ ചോറും കൂടി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ 2 പ്രാവശ്യം കുക്കറിലിട്ട് ചോറിനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് മാങ്ങയെന്ന് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ. അതിനെയും കൂടി ഒന്ന് ഉപ്പിലിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ചോറെല്ലാം ഇതേപോലെ വടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് അടച്ചു വെച്ചു. പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മീനെല്ലാം കൂടി അരപ്പും കൂടി ചേർത്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഒക്കെ കഴിയുമ്പോഴേക്കും അതിലും അരപ്പൊക്കെ ഒന്ന് പിടിച്ചിരിക്കുമല്ലോ. അപ്പം സത്യത്തിൽ ഇത് ഇന്നലെ കൊടുക്കേണ്ടുന്ന ചോറായിരുന്നേ. ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്താണ് തുണ്ട് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. ആ സമയത്ത് മാമി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്ക് ഇത്തിരിയെല്ലാം ഓർമ്മക്കുറവുള്ളത് കൊണ്ട് ഇത് പറയാനങ്ങ് മറന്നുപോയി. ഞങ്ങളിട്ട് അറിഞ്ഞതുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ദേ വരുന്നു പാത്രവും കൊണ്ട്. ഇതാ പാത്രമെന്നും പറഞ്ഞിട്ട് ഞാനങ്ങ് എന്താ പറയുക, എൻ്റെ ചങ്ക് തകർന്നു എന്ന് പറഞ്ഞ പോലെ ആയി കേട്ടോ. കാരണം 5 പേർക്ക് ആഹാരം കൊടുക്കുകയും വേണം. 1-2 പേർക്കാണെങ്കിൽ നമുക്ക് പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് പറ്റില്ലല്ലോ. ഞാൻ ആകെ വിഷമിച്ച് പോയേ. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം, നാളെ ഉച്ചയ്ക്ക് തന്നാൽ മതിയെന്നേ. അപ്പോഴാണ് കേട്ടോ എനിക്ക് ശ്വാസം നേരെ വീണത്. അങ്ങനെ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായി. കുറച്ച് ചീനിയൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഒന്ന് മെഴുക്ക് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ കുറച്ച് രസവും കൂടി വെച്ച് കേട്ടോ. അപ്പം ഇതെല്ലാമൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടവും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ആൾ പാത്രം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും 1 മണിക്ക് മതിയെന്ന് പറഞ്ഞു ഊണൊക്കെ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് അച്ചാർ ഉണ്ടാക്കാനുള്ള കാര്യം ഓർമ്മിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ അച്ചാറും കൂടി അങ്ങ് റെഡിയാക്കി എടുത്ത് കേട്ടോ. മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.